എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്നേഹബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ പലപ്പോഴും പുരുഷന്മാർക്ക് റിജക്ഷനുകളാണ് കൂടുതൽ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നത്. അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അവർക്ക് സ്വന്തമാക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ അവരോടുള്ള ഒരു സ്നേഹം, കമ്മിറ്റ്മെൻറ്റ്, ആത്മാർത്ഥത ഒന്നും അവർക്ക് പ്രകടിപ്പിക്കാൻ പോലും ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്ന 5 കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ തോന്നും, അവർക്ക് നിങ്ങളോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് തോന്നും, കൂടുതൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട്, സ്റ്റോപ്പ് ചേസിങ് വുമൺ ബട്ട് ബി ദർ ഡ്രീം പാർട്ട്ണർ ഓർ ബി ദർ ഡ്രീം ബോയ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരിക്കലും പെൺപിള്ളേരുടെ പുറകെ അയ്യോ എന്നെ ഒന്ന് സ്നേഹിക്കാവോ, എൻ്റെ ജീവിത പങ്കാളിയാകാവോ, എന്നെ വിവാഹം ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ അവരുടെ പുറകെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചി നടക്കേണ്ട ഒരു കാര്യവും ഇല്ല. മറിച്ച് എല്ലാ പുരുഷൻ്റെയും മനസ്സിൽ എനിക്കൊരു സംതിങ് ആയി തീരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുക, ആ ഒരു സംതിങ് ആയി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകും. നിങ്ങൾ ആരുടെയും പുറകെ നടക്കേണ്ട കാര്യമില്ല, അവർ നിങ്ങളുടെ പിന്നാലെ വരും എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, അതിൽ ഒരുപാട് തൊഴിലാളികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയായ പെൺകുട്ടി, ആ കുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആ കുട്ടിയോട് പറയുകയാണ്, മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നും. ഓ, എൻ്റെ കമ്പനിയുടെ മുതലാളി എന്നെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടുമോ എന്നായിരിക്കും ആ കുട്ടി ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അവളുടെ സൈഡിൽ നിന്ന് നിങ്ങളെ വിവാഹം ചെയ്യാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലേ, തീർച്ചയായിട്ടും അവൾ സന്നദ്ധയാകുമെന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് അറിയുമ്പോഴും അവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും. ഓ, എന്നാലും എൻ്റെ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളി അല്ലെങ്കിൽ ബോസ് അവളെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നു. ഇത്രയും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടാനുണ്ടോ എന്നാണ് അവരും ചോദിക്കത്തുള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പൊട്ടൻഷ്യലുകളുണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലായിത്തീരും. അങ്ങനെ ഉറച്ച അടിത്തറയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുരുഷന് മാത്രമേ പെൺകുട്ടികൾ അഭയം തേടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ചില ക്വാളിറ്റീസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആർജിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പരിശ്രമിച്ച് ആ രീതിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആരുടെയും പുറകെ ഇങ്ങനെ പിച്ച് തെണ്ടി നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒക്കെ നമ്മളിലേക്ക് തന്നെ ആകർഷിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ, വാല്യൂ യുവർ ലുക്ക് ആൻഡ് പ്രസൻറ്റേഷൻ എന്നുള്ളതാണ്. പല പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് നിറം കുറവാണ്, അല്ലെങ്കിൽ പൊക്കം കുറവാണ്, അതുമല്ലെങ്കിൽ എൻ്റെ മുടി അത്ര ഹെൽത്തിയല്ല, അല്ലെങ്കിൽ എൻ്റെ താടി അത്ര ശരിയല്ല, അപ്പോൾ എന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങളെ എങ്ങനെ ഇരുന്നാലും പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല. അവർ വിചാരിക്കുന്നത് എന്നെ കാണാൻ കൊള്ളില്ല, അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇഷ്ടമാകില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് വലിയ മസിലുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര സുന്ദരനാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ മൈൻഡ് ആക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ജന്മനാ ലഭിച്ച ഉയരമോ അല്ലെങ്കിൽ നിറമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അതൊന്നും പെൺകുട്ടികൾ നോക്കുന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഒരുപാട് ഇങ്ങനെ വിഷ്വൽ ഓറിയൻറ്റഡ് അല്ല, അവരൊക്കെ ഇമാജിനേഷൻസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെങ്ങനെ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുമാണ് ഇവിടെ പ്രധാനം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടത് നിങ്ങളൊരു സുന്ദരനാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ കുറവായിക്കൊള്ളട്ടെ, പൊക്കം കുറവായിക്കൊള്ളട്ടെ, ഇതൊന്നും ഒരു സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമേ അല്ല. അപ്പം നമ്മൾ മനുഷ്യരുണ്ടാക്കി വെച്ചേക്കുന്ന ചില മാനദണ്ഡങ്ങളാണിത്. അപ്പോൾ നമ്മൾ കറുത്തവരാണെങ്കിലും സുന്ദരന്മാരാണ്, പൊക്കം കുറവാണെങ്കിലും സുന്ദരന്മാരാണ്, നമ്മൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമ്മൾ ജന്മന എങ്ങനെ ആയിക്കൊള്ളട്ടെ, അത് ആണ് നമ്മുടെ സൗന്ദര്യം. അപ്പം നമ്മളെ തന്നെ ആദ്യമേ സുന്ദരന്മാരായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ സുന്ദരന്മാരായിട്ട് കണക്കാക്കുമ്പോൾ നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായി മാറാൻ തുടങ്ങും, നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ പ്രസൻറ്റേഷൻ ലുക്കും ഒക്കെ അങ്ങ് മാറിയിട്ട് നമ്മൾ ഭയങ്കര ഹൈലി കോൺഫിഡൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ അവരുടെ മുന്നിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും വളരെയധികം ഈസി ആയിരിക്കും. അത് അവർക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് നമ്മളെ തോന്നാനായിട്ട് ഇടയാവും. കാരണം ഞാൻ എൻ്റെ മനസ്സ് വിചാരിക്കുകയാണ് എന്നെ കാണാൻ കൊള്ളത്തില്ല, ഈ കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല, ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല, അട്രാക്റ്റീവായി തോന്നത്തില്ല. പക്ഷേ നമ്മളെ തന്നെ സുന്ദരനായി കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും അവർ അട്രാക്റ്റഡ് ആവും എന്നുള്ള ആ രീതി ചെല്ലുമ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് അവിടെ പ്രവഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അവർ പോലും അറിയാതെ ഒരുപാട് അട്രാക്റ്റീവായിട്ട് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഒരു നമ്മളെ തന്നെ വിലമതിക്കുന്നതും അതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മുടെ ഒരു ക്യാരക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി നല്ലതാണെങ്കിൽ
ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര വലിയ ഹാൻഡ്സം ആണെങ്കിലും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ സുന്ദരന്മാരാണെന്ന് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് അത് നമ്മൾ കൂടുതൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് വേർഷനെ തന്നെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വെറുതെ നമ്മുടെ ലുക്കിനെ ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല. ആ ലുക്കിൽ നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക. ആ ലുക്കിനെ നിങ്ങൾ എപ്പോഴും വാല്യൂ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ അത് അടിപൊളിയായിരിക്കണം. ആ പ്രസൻറ്റേഷൻ്റെ കാര്യം പറയുമ്പം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അതായത് നമ്മുടെ ഡ്രസ്സിങ്സ് ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രസ്സിങ് വളരെ സൂപ്പറായിരിക്കും. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന പുരുഷന്മാർ നല്ല രീതിയിൽ നീറ്റായിട്ട് വസ്ത്രം ധരിക്കണം. വലിയ ഒരുപാട് വിലയുള്ള സാധനങ്ങൾ ഇടണമെന്നൊന്നും അതൊന്നും അവർക്ക് ആഗ്രഹമില്ല. മറിച്ച് നിങ്ങൾക്ക് ഉള്ള സംഭവം വളരെ വൃത്തിയായിട്ടും മെനയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് ചേരുന്ന രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിക്കണം. അടിപൊളിയായിട്ട് വസ്ത്രം ധരിക്കണം. നിങ്ങളെ കണ്ടാൽ തന്നെ ആ ലുക്കിൽ തന്നെ ആ ഒരു വസ്ത്രധാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു കൈലിമുണ്ട് കൊടുത്ത് ഒരു സ്റ്റാർ ഹോട്ടലിൽ കയറി ചെന്ന് അവർ കയറ്റുമോ? ഇല്ല. അവിടെ അതിൻ്റേതായിട്ടുള്ളൊരു ലുക്കുണ്ട്. അപ്പോൾ ആ ഒരു ലുക്ക് ചെല്ലുമ്പം നിങ്ങളിപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ പോലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ സാറേന്ന് വിളിക്കും. ആ നല്ലൊരു ലുക്കിൽ ചെന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് പെൺകുട്ടികളുടെ അടുത്തും പ്രധാനം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പ്രസൻറ്റേഷൻ, ലുക്ക് അത് നമ്മൾ ബെറ്ററാക്കുക. അത് നമ്മൾ അതിനെ വാല്യൂ ചെയ്യുക. ഇനി മൂന്നാമായിട്ട് കണ്ടുമുട്ടുമ്പോഴേ കോംപ്ലിമെൻറ്റ് കൊടുക്കരുത് എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അവരെ നമുക്ക് പാർട്ണറാക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് തന്നെ സംസാരിക്കുമ്പോഴേ നമ്മൾ വെറുതെ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ ഈ കുട്ടിയോട് പറയുകയാണ്. അപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ സംസാരത്തിൽ തന്നെ ചിലവരുണ്ട്. അവർ പറയും, ഓ മോളെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, അല്ലെങ്കിൽ മോളുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ്, ഇതാണ്. അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് അങ്ങ് ചൊരിയാൻ തുടങ്ങും. അപ്പോൾ അത് കേൾക്കുമ്പോഴേ ആ കുട്ടി ഓർക്കണം, ഇവൻ എന്തൊരു വായി നോക്കിയാണ്, അല്ലെങ്കിൽ ഇവനൊരു കോഴിയാണോ എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്നെ മുതലെടുക്കും. അപ്പോൾ തന്നെ ആ പെൺകുട്ടി ഒരു സെൽഫ് ഡിഫെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവൾ നിങ്ങളിലേക്ക് അടുക്കാതെ മെല്ലെ മെല്ലെ അകലാനായിട്ട് തുടങ്ങും. കാരണം നിങ്ങൾ അവളെ എന്തോ വീഴിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണ് എന്നൊക്കെ അവർക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ നിങ്ങൾ വളരെ ജെൻറ്റിലായിട്ട് മാത്രം സംസാരിക്കുക. ഇപ്പോൾ അവൾ എത്ര സുന്ദരിയായിരുന്നിട്ട് അതൊന്നും നിങ്ങൾ കോംപ്ലിമെൻറ്റ് ചെയ്യരുത്. നിങ്ങൾ വരെ മാന്യമായിട്ട് മാത്രം സംസാരിക്കുക. വേറെ ഒരു വിഷയങ്ങളിലേക്ക് നിങ്ങൾ കടക്കരുത്. അവളെ ഇഷ്ടമാണെന്നുള്ള രീതിയിലും പറയരുത്. കാരണം ഇഷ്ടമൊന്നും നമുക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പോലും ഒറ്റയടിക്ക് തുറന്നു പറയേണ്ട ഒരു സംഭവമല്ല. നമ്മൾ അവരിലും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മളുമായിട്ട് ചേർന്ന് പോവുമോ, ഇതൊക്കെ നമുക്ക് കുറച്ച് കാലം ഇടവഴി കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ എല്ലാം കൊണ്ട് നമ്മളുമായിട്ട് മാച്ചായി പോകും എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊരു ഇഷ്ടമാണെന്ന് പോലും തുറന്ന് പറയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചാടിക്കറി ആരോടും ഇഷ്ടമാണെന്നും പറയരുത്. അതൊക്കെ ഒരുപാട് അബദ്ധങ്ങൾക്ക് കാരണമായിത്തീരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ മാന്യമായിട്ട് മാത്രം സംസാരിക്കുക. അപ്പോൾ അങ്ങനെ മാന്യമായിട്ട് സംസാരിക്കുന്നവരെയാണ് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ മാന്യമായിട്ട് സംസാരിക്കുക, അവരോർക്കും ഇവൻ നല്ല ജെൻറ്റിൽമാനാണ്, അപ്പോൾ ഇവനോട് ഇനിയും മിണ്ടാൻ കൊള്ളാം എന്നോർത്തിട്ട് അവർ വീണ്ടും സംസാരിക്കാൻ താല്പര്യപ്പെടും. അപ്പോൾ അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ പിന്നീട് നമ്മുടെ ആ റിലേഷൻ വളരുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഈ രീതിയിൽ നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ അവരോട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് മുമ്പേ ചാടിക്കയറി കോംപ്ലിമെൻറ്റ്സ് പറഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അവരത് എടുക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. ഇനി നാലാമത്തെ സ്പാർക്ക് ദ ഇനീഷ്യൽ ഇൻട്രസ്റ്റ് ബട്ട് ഡോണ്ട് ട്രൈ ടു ഹാർഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, താല്പര്യമായി. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ ഇപ്പോൾ പുരുഷന്മാരാണ് സത്യത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ മുൻകൈ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യമേ പോയി ഇവരെ ഞാൻ മുമ്പേ പറഞ്ഞാൽ വളരെ ജെൻറ്റിൽമാനായിട്ട് തന്നെ സംസാരിക്കാം. അവരിൽ നമ്മളെക്കുറിച്ച് വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ അവർക്കും നമ്മളോടുള്ള ഒരു സ്പാർക്ക് തുടക്കത്തിലൊന്ന് മെല്ലെ ഒന്ന് കത്തിച്ച് കൊടുത്തു വിടാം നമുക്ക്. അപ്പോൾ അത് നമ്മുടെ സംസാരത്തിലൂടെ, മാന്യമായിട്ടുള്ള സംസാരത്തിലൂടെ അത് അവർക്ക് അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് തോന്നിക്കോളും. അപ്പോൾ വീണ്ടും നമ്മൾ ജെൻറ്റിൽമാനായിട്ട് സംസാരിച്ചാൽ മാത്രമേ വീണ്ടും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ, ആഗ്രഹിക്കത്തുള്ളൂ. അനാവശ്യം പറയാൻ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ വലിയ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാലും പിന്നെ അവർ സംസാരിക്കാൻ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു മാനിനാണ്, അവരെ ശല്യപ്പെടുത്തില്ല എന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് നമ്മളോടൊരു നല്ല ഫ്രണ്ട് ആവണം തോന്നും, അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ സംസാരിക്കണം തോന്നും. അപ്പോൾ അവർ അതിനു വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ചാൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ പിന്നെ നമ്മുടെ ഒരു ബന്ധമൊക്കെ വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇൻട്രസ്റ്റ് അവരിൽ ഉളവാക്കുന്നു എന്ന് ഒഴിച്ചാൽ പിന്നെ നമ്മൾ അവരുടെ പുറകെ അനാവശ്യമായിട്ട് എപ്പോഴും അവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് നടക്കരുത്. ഒരുപാട് നമ്മൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ട്രൈ ചെയ്യരുത്. അതായത് ഇപ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമില്ല എന്ന് വെച്ചു, അപ്പം നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കഴിയുമ്പോൾ മനസ്സിലാവും അവർക്ക് നമ്മളോട് ആ സ്പാർക്ക് ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്പാർക്ക് ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുതെന്നുള്ളതാണ്. അപ്പോൾ ഹൈ വാല്യൂസ് ഉള്ള പുരുഷന് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അവനങ്ങനെ പട്ടിയെപ്പോലെ ഇങ്ങനെ പുറകെ നടക്കത്തില്ല. വാണി വിശ്വനാഥ് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം പട്ടിയെപ്പോലെ അവനെ ആട്ടി ഓടിച്ചിട്ടും ആ തേർഡ് റേറ്റ് ടീം എൻ്റെ പുറകെ വീണ്ടും വരുന്നു ഉളുപ്പില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
സ്ത്രീകൾ അങ്ങനെയാണ്. അതായത് അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്നൊന്ന് സ്നേഹിക്കാവോ, എത്രമാത്രം റിജക്റ്റ് ചെയ്താലും വീണ്ടും അതൊന്നും വകവെക്കാതെ നാണമില്ലാതെ അവരുടെ പിന്നാലെ ചെല്ലുമ്പോൾ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു പുച്ഛമായിരിക്കും തോന്നുന്നത്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലായാലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മുടെ സ്വഭാവമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വരും. അപ്പോൾ അവർ നമ്മളെ ഉപേക്ഷിക്കുകയാണെന്ന് വെച്ചു. അപ്പോഴും നിങ്ങൾ പറയരുത് അപ്പോൾ ഇത്രയും കാലം നമ്മൾ റിലേഷൻ അല്ലായിരുന്നു അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവരെ ശക്തമായിട്ട് നമ്മൾ പിടിച്ചു വലിച്ച് നമ്മളിലോട്ട് ചേർത്ത് നിർത്താൻ തുടങ്ങുകയാണെങ്കിൽ അവർ നമ്മളുമായിട്ട് എത്ര വലിയ റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തിയാണെങ്കിൽ അവർ നമ്മളെ ഇപ്പോൾ തള്ളി മാറ്റാനായിട്ട് വിടും. നമ്മൾ എത്രമാത്രം പിടിച്ച് അടക്കാൻ നോക്കുന്നു അത്രമാത്രം അവർ നമ്മളെ ശക്തിയായിട്ട് തള്ളി മാറ്റിയിട്ട് അവർ രക്ഷപ്പെടും. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് മനസ്സുകൊണ്ട് കൂടുതൽ അകന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ സ്നേഹം കൊണ്ട് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ആ പുറകെ നിൽക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ആണ് വലുതെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ പുറകെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ടൈമും എനർജിയും വെറുതെ വേസ്റ്റാണ്. ഇനി അഞ്ചാമത്തെ ബി കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ മാറിക്കളിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞായിരിക്കില്ല ചിലപ്പോൾ അവർ നാളെ പറയുന്നത്. അത് ചിലതൊക്കെ അവരുടെ തന്നെ ചില ഹോർമോൺസിൻ്റെയും അതുപോലെ തന്നെ അവരുടെ തന്നെ ബ്രെയിനിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുടെയും രാസമാറ്റങ്ങളുടെയും ഒക്കെ ഫലമായിട്ടും അവർക്ക് തന്നെ ഉണ്ടാകുന്ന ബയോളജിക്കലായിട്ടുള്ള ചില പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ടൊക്കെ അവർക്കിങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ പെട്ടെന്ന് വികാര വിക്ഷോഭം അവർക്കുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെടാം, ഇതൊക്കെ അവർക്കുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് അവർ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ഉടനെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം ഇറിറ്റേറ്റിംഗ് ആയിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര റിവെഞ്ച് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരോട് തിരിച്ച് സംസാരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവൾക്ക് ഇങ്ങനെയുള്ള കേസുകൾ ഉള്ളതുകൊണ്ടാണ് അവൾ ഒരു പക്ഷേ ഇങ്ങനെ ചൂടാവുന്നത്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്ന ആ ഒരു മൂഡ് സ്വിങ്സിൻ്റെ ഒക്കെ ഭാഗമാണ്. ഒരുപക്ഷെ നമ്മളോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ടും അവർ പല പരാതികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അതൊന്നും മനസ്സിലാകാത്തതിൻ്റെ പേരിൽ പുരുഷന്മാർ പലപ്പോഴും ഇതൊക്കെ തെറ്റിദ്ധരിക്കുകയും അവർക്ക് തങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നോർത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അങ്ങനെ അവരുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കതൊക്കെ ഭയങ്കര വേദനയായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പോലും ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നു വീട്ടിൽ ചെല്ലാനായിട്ട്, അപ്പോൾ അവൾ വിളിച്ച് ചോദിക്കുന്നു ചേട്ടാ എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി കിടക്കുകയാണ്, ഇതുവരെ വരാറായില്ലേ, സമയം ഇത്ര ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ ഫോൺ എടുത്തിട്ട് എനിക്ക് സമയമുള്ള പോലും സൗകര്യമുള്ള പോലും നീ ആരാടി ചോദിക്കാൻ, അങ്ങനെ ചോദിച്ചാൽ ആ ഭാര്യയുടെ ഹൃദയം അവിടെ നിന്ന് ഉറങ്ങുകയാണ്. മറിച്ച് അവളവിടെ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അവളുടെ ആകാംക്ഷ കൊണ്ടാണ് എന്തുകൊണ്ടാണ് ചേട്ടൻ വരാത്ത, എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇതെടുത്തിട്ട് അവളോട് പറഞ്ഞാൽ അയ്യോ മോളെ നീ പേടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ വരാം, ഇന്ന കാരണം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ഹൈഡ് ചെയ്യാൻ നിൽക്കരുത്. അവിടെ ഹൈഡ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴാണ് അവർക്ക് അങ്ങനെ സംശയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം അല്ല ഞാനിപ്പോൾ തന്നെ എത്തിച്ചേരാൻ പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി അവിടെ ആശ്വസിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെ, ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കരുണയുടെ വാക്കാണ് അവളവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ അവൾ ഹാപ്പി. അപ്പോൾ അവൾ പറയും കുഴപ്പമില്ല ചേട്ടൻ എത്ര വൈകിട്ട് വന്നാലും കുഴപ്പമില്ല, ഞാൻ നോക്കിയിരിക്കാം എന്നായിരിക്കും അവൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഇവരെ ഒരു കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്.